ചോദിക്കണോണ്ടൊന്നും തോന്നരുത് ട്ടാ. ഒരു ചേച്ചി ചോദിക്കണായിട്ട് വിചാരിച്ചോളണം. എന്താ കല്യാണം കഴിക്കാഞ്ഞേ? കല്യാണം പണ്ട് ഒരു പെണ്ണിന് ഇഷ്ടം ഉണ്ടായിരുന്നു, പിന്നെ അത് നടന്നില്ല. പിന്നെ ഞാനും അതിനുവേണ്ടി മെനക്കെട്ടതുമില്ല. പിന്നെ ജോലിയൊക്കെ ഇപ്പോഴല്ലേ റെഡി ആയത്, അല്ലെങ്കിൽ വർഷം കുറെ പോവുകയും ചെയ്യും. അപ്പൊ ജോലി ആയാലും ഇനി ഒരു പെണ്ണൊക്കെ കിട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം. അതൊക്കെ ഓക്കെയാണ്. ഇവിടെ ചില ആൾക്കാർ പറയുന്നത് ഈ കല്യാണം കഴിക്കണം നല്ല പരിപാടി അല്ലെന്ന്. അയ്യോ, നുണ പറയണതാ. നല്ലതാ കല്യാണം കഴിച്ചാല്. ഞാനൊക്കെ എന്ത് സന്തോഷമായിട്ടാ ജീവിക്കണേന്ന് അറിയാമോ? ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്റെ ഇവിടെ മറ്റേ മേരി കുഞ്ഞമ്മ എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്, ഞങ്ങളുടെ ഇതിനകത്തുള്ളതാ, കുടുംബശ്രീയിലുള്ളതാ. ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോണം. അപ്പൊ അവർക്കൊരു മോളുണ്ട്, ഒറ്റ മോളേ ഉള്ളൂ. നല്ല ഇഷ്ടംപോലെ സ്വത്തുണ്ട്, നല്ല പഠിച്ച് നല്ല അച്ചടക്കമുള്ള കൊച്ച്. ഞാൻ ആലോചിക്കട്ടെ. ഓ വേണ്ട ചേച്ചി, ഇപ്പൊ ഇത്രയും പ്രായം കഴിഞ്ഞ്, അത് മാത്രമല്ല ഇനി കല്യാണം കഴിച്ചൊരു കൊച്ചൊക്കെ ആകുമ്പോഴേക്കും ഞാനങ്ങ് വയസ്സാവും, പിന്നെ അതിനെ വളർത്തണം. ഓ വേണ്ട, ഇതിപ്പോ ഇങ്ങനെയൊക്കെ പോണത് നല്ലത്. ഇപ്പൊ സിംഗിൾ എന്ന് പറയുകയും ചെയ്യല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ടെൻഷനല്ലേ? ഓ ചേച്ചി നമുക്കെന്ന് പറഞ്ഞാ അപ്പച്ചന്റെ അമ്മച്ചിക്കൊക്കെ ബെനഡിക്റ്റിന്റെ ഒരു കൊച്ചിനെ കാണണമെന്നൊക്കെ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ബെനഡിക്റ്റ് ഒരു കല്യാണം കഴിക്കുന്നേ. അതിന് ചേട്ടന്റെ മക്കളൊക്കെ ഉണ്ടല്ലോ, പിന്നെ ടീനുവും മീനും. പക്ഷെ ഇത് ഞാനൊന്ന് ആലോചിക്കും. ഇതോ? ഓ വേണ്ട. നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ 2 കൊല്ലം മുമ്പ് ലില്ലിനെ പള്ളിപ്പെരുന്നാളിന്റെ അന്ന് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞത് ലില്ലിനെ പോലെ വേറൊരു പെണ്ണിനെ കിട്ടിയില്ല, അതുകൊണ്ടാ കല്യാണം കഴിക്കാതിരുന്നേന്ന്? ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ നേരത്തെ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ലില്ലിയ. ലില്ലിയായിരുന്നു എനിക്ക് ഇഷ്ടം. അപ്പൊ ലില്ലിക്കോ? ലില്ലിക്കും ഇഷ്ടമുണ്ടായിരുന്നു, എന്നോടല്ല, കനകല്ലേട്ടനോട്, നിങ്ങളുടെ സഹോദരനോട്. അവക്കതായിരുന്നു ഇഷ്ടം. അവൾ അയാളെ കല്യാണം കഴിച്ചിട്ട് ഇവിടെ വന്നു. ഞാൻ പിന്നെ നമുക്ക് സ്നേഹം പിടിച്ചു വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ ചേച്ചി, അതൊക്കെ അറിഞ്ഞു കിട്ടേണ്ടതല്ലേ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല? നോക്കി. ഞാൻ ഹൈദരാബാദില് മണികൊണ്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ജോലിക്ക് വരുന്നു, ടയർ കമ്പനിയിൽ. അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു, ടീന ദിഗുബാട്ടി. നമ്മളെ ഇവിടെ മീനാക്ഷി കല്യാണി എന്നൊക്കെ പറയും, അതേപോലെ അവളോട് ഞാൻ ഇഷ്ടം പറഞ്ഞായിരുന്നു. പക്ഷെ അവൾക്ക് തന്നെ ഇഷ്ടമല്ല ചേച്ചി. എന്താന്ന് പിന്നെ അവിടെ നിന്ന് നേരെ ബഹറിൽ പോയി പല സ്ഥലത്തായിട്ട് ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തല്ലോ. ഓരോ സ്ഥലത്തും ഓരോ പെൺകുട്ടി എടുത്ത് ഇഷ്ടം പറയുമ്പോ ഇഷ്ടമല്ലെന്ന് പറയും. ലാസ്റ്റ് കോട്ടയത്തുള്ള ടെസ, അവിടെ ഈ ബ്യൂട്ടി പാർലറിൽ ജോലി കഴിക്കുന്ന കുട്ടിയാണ്, അവളുടെ ഇഷ്ടം പറഞ്ഞു. അവൾക്ക് തന്നെ ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ പിന്നെ ആദ്യം പറഞ്ഞ എന്താ ഒരാളെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞതോ? അത് ഒരു സമയത്ത് നമുക്ക് ഒരാളിനെ പ്രേമിക്കാൻ പറ്റുമോ? പിന്നെ അടുത്ത വർഷം അടുത്ത ആൾ. ഇനി എനിക്ക് ചേച്ചി മടുത്ത്. സത്യത്തിൽ ഞാൻ വേറൊരു കാര്യം പറയട്ടെ ബെനഡിക്റ്റേ, കല്യാണം കഴിക്കാതിരിക്കുക നല്ലത്. ഇതല്ലേ ഞാൻ ആദ്യമേ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞപ്പോ ചേച്ചി ഇതാണ് തർക്കിച്ചത്.